അസ്സലാമലൈക്കും. ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അന്ന് പതിപോലെ അതല്ല, കുറച്ച് സൈലായി കടയിൽ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഞാൻ കടയിൽ ഉള്ള ജോലിയിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്ന 2-3 ദിവസത്തെ വീഡിയോ. അപ്പോൾ അന്ന് യാത്രയിലായിരുന്നു. അപ്പോൾ യാത്രാ വ്ളോഗായിരുന്നല്ലോ. യാത്രാ വ്ളോഗ് കണ്ടിട്ട് മടുത്തോ കൂട്ടുകാരെ? അപ്പോൾ എന്ത് വീഡിയോ അടുപ്പിച്ചടുപ്പിച്ച് ഒരേപോലെ മടുക്കുമല്ലേ. അപ്പോൾ ഇന്ന് കടയിൽ ജോലിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് എന്താ നമ്മൾ നേരം വെളുത്ത നീക്കുക, പല്ലേക്കുക, കഴിക്കുക, കുളിക്കുക, ഇങ്ങനെ പോരോ ജോലി. അധ്വാനം തന്നെ അധ്വാനമല്ലേ. മരിക്കോളം അധ്വാനം തീരൂല. കഷ്ടപ്പാടെങ്കിലും തീരുകയാണാവോ, എന്തെങ്കിലുമൊക്കെ നേരാവുന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി അങ്ങനെ ഇന്ന് ഞാൻ കടയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കടയിലെ വർക്കൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് സഹകരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരായിരമല്ല, ഒരു കോടി നന്ദി കേട്ടോ. അപ്പോൾ കുറേ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അവരോടൊക്കെ ഹായ്. അപ്പോൾ എല്ലാവരോടത്തും ഹായ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കടയിൽ വർക്കിലാണ്. ക്ലീനിങ് കാര്യങ്ങൾ കഴുകി വെക്കൽ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിൽ കടയിൽ ചായപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കാലത്ത് ജീവിച്ച ആളാണ്. എൻ്റെ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. സ്വന്തം എന്ന് പറയാൻ പറ്റില്ല, അതാണ് നമ്മളെ പ്രശ്നം. സ്വന്തമായിട്ടൊന്നുമില്ല. നമ്മൾ വരുമ്പോഴും ഒന്നും കൊണ്ടുവരുന്നില്ല, പോകുമ്പോഴൊന്നും കൊണ്ടുപോകണില്ലല്ലോ. അങ്ങനെ ഞാൻ ആശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കടയും പാത്രങ്ങളും ചട്ടിയും പാത്രവും സാധനങ്ങളൊക്കെ ആനക്കര വരട്ടിപ്പള്ളിയാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ ആദ്യത്തെ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് റീൽസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയൊരു ഹോട്ടൽ എന്നാൽ നഷ്ടപ്പെട്ടിട്ടുമില്ല, എന്നവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെയാണ്. അപ്പോൾ ഹോട്ടലൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്, സാധനങ്ങളും ഉണ്ട്. നമ്മൾ ഒരായുഷ്കാലം 5-6 വർഷം അധ്വാനിച്ചുണ്ടാക്കിയ ഓരോരോ പാത്രങ്ങളും ചട്ടിയും പാത്രങ്ങളൊക്കെ വാങ്ങിച്ച് കൂട്ടിയുണ്ടാക്കിയ ഒരു കട തന്നെ അവിടെ ഉണ്ട്. കടയിലെ പാത്രങ്ങൾ വരെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നഷ്ടമായ ചായക്കട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആദ്യത്തെ വീഡിയോസൊക്കെ പോയിട്ട് കാണും കേട്ടോ, കാണാത്ത കൂട്ടുകാർ. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ എടുത്താണ്ട് അത് ക്ലിക്ക് ചെയ്ത് വീഡിയോസിൻ്റെ ഇത് കാണാം, ഷോർട്ട് വീഡിയോൻ്റെ കാണാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് ഇടുന്നതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ നേരെ ഇടതുഭാഗത്ത് ഒരു പ്രൊഫൈൽ കാണാം. ആ പ്രൊഫൈൽ എൻ്റെ ഫോട്ടോ ഉള്ള അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിട്ട വീഡിയോസ് എല്ലാ വീഡിയോസും കിട്ടും കേട്ടോ. അപ്പോൾ എടുക്കാൻ അറിയാത്തവർക്കാണ് ഞാൻ പറയണത്. ഒന്നുകൂടെ പറയാം, അറിയുന്നവർക്കറിയാം. പിന്നെ യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർക്കൊന്നും അറിയാൻ കഴിയില്ലല്ലോ. സാധാരണക്കാർക്കൊന്നും അറിയില്ല എങ്ങനെ എടുക്കാമെന്നുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബ് എന്ന് എഴുതിയതിൻ്റെ നേരെ ഇടതുഭാഗത്ത് ഫസ്റ്റ് ഒരു വട്ടത്തിൽ എൻ്റെ പ്രൊഫൈൽ കാണാം. ആ പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിട്ട വീഡിയോസിൻ്റെ ഒരു ചാർട്ട് കാണാം. വീഡിയോസ് ഷോർട്സ് വീഡിയോസ് എന്നുള്ളത്. അപ്പോൾ ഷോർട്സ് വീഡിയോസ് കണ്ടവർക്ക് അത് കാണാം. വീഡിയോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ കുറേ വീഡിയോസ് ഇട്ടുണ്ട്. 150 വീഡിയോസ് ഉണ്ട് ഇപ്പം ഇട്ടത്. അപ്പോൾ ആദ്യത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ അതിലുണ്ട് കേട്ടോ നമ്മൾ ആദ്യത്തെ സ്വന്തമായിട്ട് കഴിഞ്ഞ ആദ്യത്തെ പഴയ ഹോട്ടലിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളൊരു കടയൊക്കെ നടത്തിയിരുന്നതാണ്, ഒരു ഹോട്ടൽ മോലാഴ്ചക്കായിരുന്നു. കൊറോണയാണ് നമ്മളെ തൊഴിലാളിയാക്കിയത്. കൊറോണ വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങ് ഇരുന്ന് പോയി. മെല്ലെ എണീറ്റ് വരണം, എണീറ്റ് 2 കാലേ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് കൂടിയാണ് കേട്ടോ നിങ്ങൾ കാണുന്ന കൂട്ടുകാരെ. പിന്നെ നമ്മൾ യൂട്യൂബ് ചാനലും. അപ്പോൾ ഇനിയൊന്ന് അടുത്ത ജന്മം, പുതിയ ജന്മത്ത് എന്ന് പറഞ്ഞ പോലെ പുതിയൊരു ജന്മം തന്നെയാണ് കേട്ടോ. കൊറോണ ഒക്കെ വന്ന് ഞാൻ ഒരുപാട് കഷ്ടത്തിലായി. പനി ചുമയൊക്കെ വന്ന് എന്താ പറയുക, ആകെ ചാകാനായി എന്നറിയില്ലേ. അപ്പോൾ ഈ ആടും പശുവൊക്കെ പനിച്ച് ചാകാനായ പോലെ അവസ്ഥ ആയിട്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് അതിജീവിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ
നമുക്ക് അല്ല എവിടെയാണ് ഇന്നത്തെ ചോറ് കഴിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ എവിടെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ എത്തി നിൽക്കണേ. എന്നാലും നമ്മളെ പടികുഴിക്ക് തള്ളിവിടാൻ നോക്കിയ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവളെവിടെയെങ്കിലും പോയി ചാവട്ട പണ്ടാറെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മുതലിന് വരൂലല്ലോ. അപ്പോൾ എൻ്റെ അമ്മമാരൊക്കെ ഞാൻ മുതലിന് വേണ്ടി കേസ് കൊടുക്കും വരും. അപ്പോൾ ഇരിക്കണ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നുള്ള പേടിയൊക്കെ നല്ലോണം അവർക്കുണ്ട്. പക്ഷെ നമ്മളാരും വഴിയതരക്കാൻ പോണില്ല. പഠിച്ച റബ്ബ് എന്താ വെച്ചാൽ തീരുമാനിക്കട്ടെ. കേസ് കൊടുത്തിട്ടില്ല, മുതലിനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഫുള്ള് വീഡിയോസിൽ തന്നെ എപ്പോഴും പറയണേ നമുക്ക്. അപ്പോൾ ചന്ദനം ചാരിയ ചന്ദനമല്ല മണക്കുള്ളൂ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഈ സ്വത്തിൻ്റെയും മുതലിൻ്റെയും കഷ്ടപ്പാട് ഇതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞാൽ അതല്ലേ ഉണ്ടാവുള്ളൂ. അതന്നെ നാവുമ്മൽ വരുള്ളൂ. അപ്പോൾ നമുക്ക് നാവുമ്മൽ അതന്നെ വരുള്ളൂ. എന്താ വെച്ചാൽ ജീവിതാനുഭവം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും അതൊക്കെ പറഞ്ഞു പോകും. അത് അനുഭവിച്ചെടുക്കാൻ എൻ്റെ വിഷമം അറിയുള്ളൂ. അപ്പം നാവിൽ വീണ്ടും അത് വന്നു പോകും കേട്ടോ. അപ്പോൾ ബോറടിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ക്ഷമിക്കാം, മനസ്സിലാക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക. അപ്പോൾ ഞാനങ്ങനെയാണ്. കമൻറ്റ് കാണുമ്പോൾ തള്ളേണ്ടത് തള്ളും, എടുക്കേണ്ടത് എടുക്കും. വല്ലാണ്ട് കമൻറ്റുകൾക്ക് അഭിപ്രായം പറയാൻ പോക്കില്ല. നല്ല കമൻറ്റുകൾ ഇടുന്ന കൂട്ടുകാരോടൊക്കെ ഒരുപാട് സ്നേഹം. പിന്നെ നമ്മളെ അങ്ങനെ കാണുമ്പോൾ നമ്മളോടുള്ള ഇഷ്ടക്കൂടുതലുണ്ടാവും. ഞാൻ അത്രേ കരുതുന്നുള്ളൂ. ഒരു നേരം പോക്കല്ലേ. അപ്പോൾ നമ്പർ തരുമോ, നിങ്ങളെ വിളിക്കാനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കോൾ വിളിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഫോണിന് അങ്ങനെ എടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനൊന്നും ടൈമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. ഇപ്പോൾ കുട്ടികളും ഇമ്മയുടെ കാര്യം, നമ്മളെ വർക്കും കാര്യങ്ങളും പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഒരു കുടുംബമാകുമ്പോൾ വീടാകുമ്പോൾ ഒരുപാട് ചുമതലകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ചുമതലകളൊക്കെ ഉള്ള ആളാണ് ഞാൻ. ഇങ്ങനെ എന്നാൽ പോരാ, ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ചെയ്തു തീർക്കാൻ. അപ്പോൾ അതൊക്കെ ചെയ്തു തീർക്കണം, ജീവിതത്തിൽ മുന്നേറണം, നല്ലൊരു ഉയർച്ചയിലെത്തണം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. തളരരുത്. നമ്മൾ തളർന്നു കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് ആരുള്ളത്, ഉമ്മക്കാരുള്ളത്, ഞാൻ തന്നെ എല്ലാം ഉള്ളൂ. അപ്പം ഞാൻ തളരാൻ പാടില്ല. അങ്ങനെയൊക്കെ മനസ്സിൽ കരുതുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ നാളെ ഒരു കയത്തായൊക്കെ കടയിൽ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു. അപ്പോൾ ഉച്ച സമയം കഴിഞ്ഞോ, അപ്പോൾ ഫുഡ് ഇപ്പം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇക്കാൻ്റെ ആദ്യത്തെ കല്യാണമാണ്, പിന്നെ ഇക്കാൻ്റെ രണ്ടാമത്തെ കല്യാണമാണ്. അപ്പോൾ അവർക്ക് എന്താണ് അവൻ്റെ അടുത്ത് ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ തോന്നണം. നമ്മളെ പെരുമാറ്റം ആയിരിക്കും എന്താണെന്നറിയില്ല. ചിലരെൻ്റെ അടുത്ത് തുറന്ന് സംസാരിക്കും. അല്ലെങ്കിൽ പറയും എനിക്കൊരസുഖത്തിന് മരുന്ന് പറഞ്ഞായ മോളെ, അല്ലെങ്കിൽ ഒരു പ്രതിവിധി പറഞ്ഞ് തായ മോളെ എന്നൊക്കെ പറയും. എന്താണെന്നറിയില്ല, അവർക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടായിരിക്കും നമ്മളെടുത്ത് മിണ്ടണത്. നമ്മളെ മുഖഭാഗത്തിന് അങ്ങനെ തോന്നുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഒന്ന് കുറച്ചങ്ങോട്ട് പോയിട്ട് അടുത്തൊരു എന്തോ സ്ഥലപ്പേര് പറഞ്ഞു, എനിക്ക് അത്ര പറയാൻ കിട്ടില്ല ഇവിടുത്തെ സ്ഥലപ്പേരൊന്നും. അപ്പോൾ അവിടെയാണ് വീട് പറഞ്ഞ്. അക്കാൻ്റെ രണ്ടാമത്തെ വിവാഹം, താത്താൻ്റെ ഫസ്റ്റ് വിവാഹം. അപ്പോൾ 43 വയസ്സൊക്കെ ആയെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളില്ല, കുട്ടികളുണ്ടാകാൻ വേണ്ടി എന്താ ചെയ്യുക, ദ്വാ ചെയ്യുക, എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അടച്ചാനോട്ട് ദ്വാ ചെയ്യുക, ഞങ്ങൾ തങ്ങന്മാരത്തും മൊയിലന്മാരത്തൊക്കെ കുറേ പോയിക്കണ മാളേന്ന്. ഇപ്പോഴും ഞങ്ങളൊരു മൊയിലേരടുത്ത് പോയാണ്ട് വരികയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് കുട്ടികളില്ലാത്തതിന് തങ്ങന്മാരടുത്ത് മൊയിലന്മാരത്തൊക്കെ പോകാം, എനിക്ക് ചിന്തിച്ചൂടെ, എന്ത് പൊട്ടത്തര ചെയ്യുന്നേ. അത് മെഡിക്കൽ സയൻസ് ഡോക്ടറെ അടുത്ത് പോവുക, അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടറെ അടുത്ത് പോവുക, അങ്ങനെയൊക്കെ ചെയ്യല്ലേ ബുദ്ധി. അവരടുത്ത് പോയിട്ടെന്താ, ഞങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടി പോവാണ്, പോയതാണ്. അങ്ങനെ പോയിട്ട് പറയുമ്പോൾ പോകാം. അത് കൊണ്ടൊന്നും സമാധാനം കിട്ടില്ല, കുട്ടികളും ഉണ്ടാവില്ല. അപ്പോൾ നല്ല ആഹാരം കഴിക്കുക, നല്ല മുന്തിരി ജ്യൂസൊക്കെ കഴിക്കുക, നല്ല പ്രോട്ടീനൊക്കെ ഉള്ള ആഹാരങ്ങൾ കഴിക്കുക, ഹോർമോൺ ശരിയാവണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ ഇക്കാക്ക് മക്കളുള്ളൊരു മനുഷ്യനല്ലേ, ഉണ്ടാവും. അള്ളാ തരാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ തരും. നമുക്ക് പടച്ചവനോട് പറയാം, അതിലും വലുത് വേറെ ആരുമില്ല എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഔലിയാക്കന്മാരോട് അമ്പിയാക്കന്മാരോട് അള്ളാഹിനോട് അടുത്ത ആൾക്കാരോട് കൂടി നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുക, ഇതൊക്കെ നേർച്ച
ഒരുപാടൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാൻ്റെ കാരുണ്യം കിട്ടും. അപ്പോൾ അള്ളാൻ്റെ കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ ഒരു നമുക്ക് അതിന് ഫലം തരിക. അള്ളാൻ്റെ സംതൃപ്തി നേടുക, കാരുണ്യം നേടുക, അള്ളാൻ്റെ കാരുണ്യം കിട്ടുക, അത് ഈ ചില്ലറ കാര്യമല്ല. അപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പ്രീതി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, ഒരാൾ പട്ടിണി എടുക്കേണ്ട ശ്രദ്ധിക്കുക, പാവപ്പെട്ട പെൺകുട്ടികളെ സഹായിക്കുക, അന്നം കൊടുക്കുക. അല്ലാതെ തങ്ങന്മാരുടെ തുമ്പയിലോ മരത്തൊന്നും പോയിട്ടൊരു കാര്യമില്ല കേട്ടോ പറഞ്ഞു. ഞാൻ കുറച്ച് നേരം സംസാരിച്ച്. അപ്പോൾ അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. ശരിയാണ് നീ പറയുന്നത്, അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. ആ വിഷമത്തിൽ എവിടേക്കോ പോയി എന്തൊക്കെയോ ചെയ്തു മോളെ ഈ പറഞ്ഞപ്പോഴാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത് കുറേ നേരം ഒന്ന് സംസാരിച്ചു. അധികം ആരും ഉണ്ടായിരുന്നില്ല ഒഴിഞ്ഞ സമയത്ത്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടോ, ഇങ്ങനെ ഞാൻ എന്നിട്ട് പറഞ്ഞു ഒരു 10 ഓതി തീർക്ക് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശരിയാവും, 10 ഓതി തീരുമ്പോഴത്തേക്ക് നമ്മൾ മുറാദ് ഹാസിലാവുമെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഖുർആൻ അതിലും വലിയ മരുന്നൊന്നുമില്ല. പിന്നെ നല്ല ആഹാരം, നല്ല പ്രോട്ടീനൊക്കെ ഉള്ള ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞു. ബ്ലഡ് കാര്യങ്ങളൊക്കെ ശരിയാവാണ്ട്, കൗണ്ടിങ് ശരിയാവാണ്ട്, അതാണ്. വേറെ ഒന്നും മരത്തൊന്നും പോകണ്ട. ഇയാൾ പറഞ്ഞിടത്തൊക്കൊന്നും ഓടിപ്പായണ്ട, വീട്ടിലിരുന്ന് സമാധാനത്തോടുകൂടി അള്ളാഹിനോട് ദുആ ചെയ്യും. അതിലും വേറെ വലുതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരത് ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്. എന്താ എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ തോന്നി. സംസാരിച്ചത് നന്നായി. ഞങ്ങൾ ഇനിയും വരണ്ട്, ഇവിടെ ഉണ്ടാവില്ലേ അപ്പോൾ കാണാൻ. അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ. അസ്സലാമു അലൈക്കും.